ക്രിസ്മസിന് എല്ലാവരും പ്ലം കേക്ക് ഉണ്ടാക്കും. ഞാൻ ഇത്തവണ ട്രൈ ചെയ്തത് ബനോഫി പൈ ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡോൾച്ചെ ഉണ്ടാക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരു ട്രേയിലിട്ടിട്ട് നമ്മൾ ഓവനിൽ വാട്ടർ ബാത്ത് ചെയ്തിട്ട് 90 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഇത് ഈ ഡോൾച്ചെ ആയിട്ട് മാറേണ്ടത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ്സ് പൊടിച്ചിട്ട് നമ്മൾ ബട്ടറിലാക്കിയിട്ട് ജസ്റ്റ് ടാർട്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ട്രേയിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡോൾച്ചെ സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഫ്രഷ് ബനാനാസ് കട്ട് ചെയ്തത് നമ്മൾ ലെയർ ചെയ്ത് വെക്കുക. ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെസിപ്പി കാണിച്ചിട്ടില്ല, ബിക്കോസ് ഐ ഡിഡ്ന്റ് തോട്ട് ഐ വിൽ പുട്ട് എ വീഡിയോ ആൻഡ് ദിസ് വാസ് മൈ ഫസ്റ്റ് ടൈം ട്രൈയിങ് ദ ബനോഫി പൈ. സോ ഐ വിൽ ആഡ് ദ മെഷർമെൻറ്റ്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫുൾ കവർ ചെയ്യുക. അങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് അത് ഫുൾ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ബനാനാസ് ഷുഡ് ബി ഫുള്ളി കവേർഡ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബനാനാസ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബ്രൗൺ കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മൈലോ ആണ് ജസ്റ്റ് ഡസ്റ്റ് ചെയ്യുന്നത്, കൊക്കോ പൗഡർ ഇട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാം. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ബിക്കോസ് ഇറ്റ് ഹാസ് എ യുണീക്ക് ആൻഡ് മോർ ഓവർ ഇറ്റ് ഹാസ് എ ഫ്രഷ് ടേസ്റ്റ്. അങ്ങനെ ഹെവിയും അല്ല, ആൻഡ് ഇറ്റ് ടേസ്റ്റ് വെരി സട്ടിൽ. ഇതിലാകെ കൂടി ആ ഡോൾച്ചെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കുറച്ച് ടൈം കൺസ്യൂമിങ്. അതിന് പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 3 hours സിമ്മറിലിട്ടും കുക്ക് ചെയ്തെടുക്കാം. ബട്ട് ഐ പ്രിഫർ ദി അവൻ മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനൊരു വെറൈറ്റി ആയിട്ട് ബനോഫി പൈ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.